വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നേരത്തെ യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും അതോടൊപ്പം തന്നെ ടെമ്പററി അഡ്മിഷനും എടുത്തിരുന്നു. അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ വേണ്ടി cap.mgu.ac. ഇന്നലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച അതേ രീതിയിൽ ജസ്റ്റ് ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് ലിങ്ക് വഴി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ചെയ്യണം നോക്കാം. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടിയവരുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നേരത്തെ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സെയിം കോളേജിൽ തന്നെ കിട്ടിയവരുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്നാൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, 25/6/2025 നിങ്ങൾ കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യം നോക്കാം. അതായത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ശ്രദ്ധിക്കുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾ ഒന്നാമതായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി നിങ്ങൾ മാൻഡേറ്ററി ഫീ, യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ ആയിട്ടുള്ള 1575 രൂപ ജനറൽ കാറ്റഗറി ഉള്ളവരും SC വിഭാഗത്തിൽപ്പെട്ടവർ 50 രൂപയും ഒന്നാമതായിട്ട് പേയ്മെൻറ്റ് നടത്തണം. എന്നാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ, അതായത് ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ഓൾറെഡി മാൻഡേറ്ററി ഫീ അടച്ചതാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല. ഇത് വൺ ടൈം പേയ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം അടച്ചു കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്നവരും പിന്നീട് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഫീ അടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഒരു ഫീ വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും റീഫണ്ടായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുകയും ചെയ്യില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് മാൻഡേറ്ററി ഫീ അടക്കുന്നു. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ആ കോളേജിൽ നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ 25/6/2025 പോയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥിക്ക് മൂന്നാമത് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ മൂന്നാമത് ഓപ്ഷൻ നിങ്ങൾക്ക് പെർമനൻ്റ് അവിടെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 1-2 ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് ഈ പറയുന്ന കോളേജിൽ പോയിട്ട് നിങ്ങളും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പറഞ്ഞ അതേ രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് നിങ്ങളോട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതേപോലെ നിങ്ങളുടെ SLC ബുക്ക്, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി അത്തരത്തിൽ കേരളത്തിൻ്റെ പുറമേയുള്ള ബോർഡിൽ നിന്ന് പഠിച്ച സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ CBSE അല്ലാത്ത മറ്റു ബോർഡിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഈക്വലൻസി അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി അവിടെ SCBC അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ EWS വിഭാഗത്തിൽപ്പെട്ടവർ ഈ പറയുന്ന EWS സർട്ടിഫിക്കറ്റ്, ഇത്രയും സമ്മൺ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കണം. ഇനി അതേപോലെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള വെയിറ്റേജ് ബോണസ്, അതായത് NSS, NCC, SPC പോലുള്ള എന്തെങ്കിലും അഡീഷണൽ വെയിറ്റേജ് ലഭിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഓൾറെഡി അപേക്ഷയോടുകൂടി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തുകൊണ്ട് 25/6/2025 കോളേജിൽ നേരിട്ട് പോയിട്ട് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. ഇനി വിദ്യാർത്ഥികൾക്ക് കോളേജുമായി ജസ്റ്റ് സംസാരിച്ച് നിങ്ങൾ ഏത് ദിവസമാണ് വരേണ്ടത്, ഏത് ടൈമിലാണ് വരേണ്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് കോളേജിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് കോളേജിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ 25/6/2025 വരെ നേരിട്ട് പോയി നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കും. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കൈവശം ഇല്ലെങ്കിൽ അത് ജസ്റ്റ് കോളേജുമായി സംസാരിച്ച് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സെയിം കോളേജിൽ തന്നെ കിട്ടിയ വിദ്യാർത്ഥികളാണ്. അവിടെ നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മൂന്നാമത് കോളേജിലാണ് കിട്ടിയതെങ്കിൽ ആ കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ ഒന്നും നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അതായത് ഫിസിക്കലി നേരിട്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയത് മൂന്നാമത്തെ
കോളേജിലാണെങ്കിൽ ആ കോളേജ് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ഫോൺ വഴി നിങ്ങൾ കോളേജിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. നേരിട്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ മറ്റ് കോളേജിൽ ഫീ ഒന്നും ഇപ്പോൾ അടക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ സ്ലിപ്പ് വന്നു എന്ന് ഉറപ്പ് വരുത്തണം. കൺഫർമേഷൻ സ്ലിപ്പ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് 25-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിലും ടെമ്പററി അഡ്മിഷൻ ആണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ സ്ലിപ്പ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അല്ലാത്ത പക്ഷം നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിലവിൽ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് 26-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് നൽകുവാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാം, ഏഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അത്തരത്തിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള എഡിറ്റ് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ 26-ാം തീയതി വരെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ വിദ്യാർത്ഥികൾക്ക് 3ാമത് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥിക്ക് ജസ്റ്റ് ഇനി 1ാമത് ഓപ്ഷൻ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 2ാമത്തെ ഓപ്ഷൻ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ അത്തരത്തിൽ ഡിലീറ്റ് ചെയ്യാം. അത്തരത്തിൽ ഈ പറയുന്ന ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഈ പറയുന്ന ദിവസം. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും ഇനി എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ തേർഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കാം. കാരണം തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി ഒരുപാട് വേക്കൻസികൾ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും 26-ാം തീയതിക്ക് ശേഷം 27-ാം തീയതിക്ക് തന്നെ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.